ഹലോ ഗായ്സ്, ദിസ് ഈസ് മീ ജിപ്സി ഗേൾ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ശ്യാമാണ്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ചിമ്മിനി ഡാമിലാണ്. അപ്പം ഇന്ന് സൺഡേ ആയപ്പോൾ ചുമ്മാ ഞങ്ങൾ എവിടെയെങ്കിലും പോകാമെന്നുള്ള പ്ലാനിൽ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ജനുവരി 4 സൺഡേ. അപ്പോൾ 4 അപ്പോൾ ഞങ്ങളിങ്ങനെ സൺഡേ ആയപ്പം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഫസ്റ്റ് ടൈമാണ് രണ്ടുപേരും ഇവിടെ ട്രക്കിങ്ങിന് വരുന്നത്. ശ്യാം ഇവിടെ മുമ്പും വന്നിട്ടുണ്ട് 2-3 തവണ, പക്ഷേ ട്രക്കിങ് ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ഞങ്ങളൊന്ന് ട്രക്കിംഗ് പോകാൻ പോവാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കാണാം. 2 സെറ്റ് വീട്ടിലിരുന്ന് ഭയങ്കര നെഗറ്റീവ് അടിച്ച് ബോറടിച്ച് ഇരുന്നപ്പോഴാണ് ഞാനിങ്ങനെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ എവിടെയെങ്കിലും മല കയറാൻ പോയാൽ നല്ല വെയിലായിരിക്കും. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇവിടെ ചിമ്മിനി ഡാം, ഇവിടെ വൈൽഡ് ലൈഫ് ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഓർമ്മ വന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഇങ്ങോട്ടങ്ങ് പോകുന്നു. കയ്യിൽ ഉള്ള പൈസ വെച്ച് 2 ആളുടെ 5 പൈസ ഇല്ല, പക്ഷേ ഉള്ള പൈസയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ആൻഡ് ഇന്ന് ഇവിടെ 5 കിലോമീറ്റർ, 8 കിലോമീറ്റർ, 10 കിലോമീറ്റർ ട്രക്കിങ്ങാണ്, 12 കിലോമീറ്റർ ട്രക്കിങ്ങാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ 5 കിലോമീറ്റർ ട്രക്കിങ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ബാക്കി കാണാം. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ പോയിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. സൈക്കിളൊക്കെ ഉണ്ടടാ, സൈക്കിള് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സൈക്കിളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് സൈക്കിള്, കൊട്ടവഞ്ചി സർവീസൊക്കെ ഉണ്ട്. ടിക്കറ്റ് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ട്രക്കിങ്ങിന്. 2 പേർ. ചേച്ചിയുടെ പേരെന്താ? നല്ല കാറ്റുണ്ടല്ലോ. ഇവിടെ കടുവയുണ്ട്, പുലി, കടുവ, കരടി എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ 1:30 വരെ പാസ് കിട്ടുള്ളൂ. അപ്പോൾ വരുന്നവർ 1:30യുടെ ഉള്ളിൽ വന്നിട്ട് പാസ് എടുത്ത് കയറണം. അത് കഴിഞ്ഞാൽ കയറ്റി പിടിക്കാം. കഴിഞ്ഞ മാസത്തിൽ കടുവ മാന്തിയതാണ് ഗൈസ്. അപ്പോൾ ഈ വഴിയൊക്കെ നമ്മൾ നടക്കുന്ന വഴിയൊക്കെ കടുവകളൊക്കെ വരാറുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളും ഉണ്ട്, വെയിലുണ്ട്. പക്ഷേ കുറച്ചും കൂടെ ഗ്രീനറി ഇട്ട് നമുക്ക് കാണാൻ പറ്റുക മഴയുള്ളപ്പോഴായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ കോടയൊക്കെ ഇറങ്ങുമെന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ നമുക്കിനി മഴയുള്ളപ്പോൾ ഒരു തവണയും കൂടെ നമുക്ക് ഇങ്ങോട്ട് പ്ലാൻ ചെയ്യാം. ഇവിടെ എല്ലാം ഉണ്ട്. ആന, കടുവ, പുലി, കരടി, മാൻ, മയിൽ ഒക്കെ ഉണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം, ഭാഗ്യം ഉണ്ടെങ്കിൽ കണ്ടിട്ട് നോക്കി അതൊന്നും ചെയ്യാനത് എനിക്ക് വരാം. ഇതിന് വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ വെള്ളി കെട്ടി കഴിഞ്ഞാൽ വെള്ളം വരൂലേ? ഓ, ആ സ്റ്റോർ ചെയ്യണത് അങ്ങനൊന്നും കേൾക്കൂല. അപ്പൊ ഇത് മറ്റേ ഈ പൈതാര, തേനീച്ചൊക്കെ കുത്തുന്നതിന് നല്ല മരുന്നാണിത്. ഇതോ? പണ്ട് ഞങ്ങളത് സ്ലൈറ്റ് ഇതൊക്കെ പച്ചമരുന്നാണ്. തേനീച്ച കുത്തിയത് ഇട്ടാ മതി. തേനീച്ച കുത്തി കഴിഞ്ഞാൽ ഇത് ഈ ഇലയൊക്കെ എടുത്തിട്ട് തിരുമ്മിയിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ തിരുമ്മിയിട്ട് തേച്ച് കഴിഞ്ഞാൽ അതിന്റെ വേദനയൊക്കെ മാറിക്കിട്ടും. ഇത് ഈ ചെടി ഗൈസ് പണ്ട് ഞങ്ങൾ പഠിക്കുമ്പം ഇത് എടുത്തിട്ട് ഇത് കുറച്ച് വണ്ണുള്ളതുണ്ടാവില്ലേ, അതെടുത്ത് സ്ലൈറ്റ് വയ്ക്കുന്നത്. പക്ഷെ ഇത് തേനീച്ച പഴുതാര കുത്തിക്കഴിഞ്ഞാൽ ഇട്ടാ മതി എന്നാ പറയണത്, ഇതിന്റെ നീര് വെച്ചിട്ട്. ഓ, ഇത് ഭയങ്കര ഇത് വീട്ടിലൊക്കെ എന്തോരാണ്.
ആന മറച്ചിട്ടതാണ് ആന. അവിടെ ആനപ്പിണ്ട്, ആനപ്പിണ്ട് അവിടെ. ഇത് ആന മണ്ണ് കുഴിച്ചിട്ടതാണ് കഴിച്ചത്. അത് എങ്ങനെയാ ഇപ്പൊ എടുത്ത് മൂപ്പെടുത്തിട്ട് അകലെ അടിച്ച് ഞങ്ങള് എന്നിട്ട് അകലേന്ന് ബൗണ്ടറി എന്ന് പറയും ഞങ്ങളതിന്. അപ്പൊ ബൗണ്ടറി അടിച്ചിടും, അങ്ങോട്ട് അടിച്ചിടും ചവറൊക്കെ. അപ്പൊ അവിടുന്ന് തീ വരാണെങ്കിൽ ഇവിടുന്ന് അടിക്കും താഴേക്ക്. അപ്പൊ അവിടുന്ന് വരുന്ന തീ ഇങ്ങോട്ട് മുകളിലേക്ക് കയറില്ല. കൂടുതൽ ഉണങ്ങിയല്ലേ കൂടെ തീ വരല്ലേ? അല്ലാതെ വെള്ളമൊന്നും മുതലിക്കില്ല തീ കൊടുത്ത. ഇതേപോലെ സ്ഥലങ്ങളിലൊന്നും വെള്ളം കിട്ടില്ലല്ലോ. കാട്ടുമുരിങ്ങ ഗൈസ്, ഇല കഴിക്കാൻ പറ്റുന്ന പറയണേ, പക്ഷെ കായ അങ്ങനെ എടുക്കാറില്ല. വെറൈറ്റി മുരിങ്ങക്കായ. ചെറുതായിട്ടുള്ളൂ, പക്ഷെ പച്ച കറക്റ്റ് കിട്ടുമ്പോൾ. ഇതാണ് ഗൈസ് കുന്തിരിക്കത്തിൻ്റെ മരം. കുന്തിരിക്കം എടുക്കുന്നതാണ് ഇതിൻ്റെ കറയല്ലേ ചേച്ചി? ഇതിൻ്റെ കറയാണ് നമ്മൾ കുന്തിരിക്കമായിട്ട് വയ്ക്കുന്നത്. സ്മെല്ലുണ്ടോ? അയ്യോ അയ്യോ, ആരും പോട്ടി പിടിച്ചു. മണക്കാൻ വേണം, ഒട്ടാനും പാടില്ല എന്ന് പറഞ്ഞു. നീ എന്താ നോക്കി തെച്ചേ? അത് കുറച്ചുകൂടി അടിപൊളി കിട്ടിക്കോട്ടെ. ഇങ്ങനെ വെട്ടി വെച്ചാൽ അതിൽ പശ വരും. കപ്പിൽ ഹോൾഡ് ചെയ്ത് റബ്ബർ എടുക്കണ പോലെ. എന്നാലേ ഇതിൽ പശ വരുള്ളൂ. ചിലത് വെട്ടാണ്ട്, ചിലത് മരങ്ങൾ ഇങ്ങനെ തന്നെ വെട്ടാണ്ട് നിർത്തണ മരണ്ടല്ലോ, അതൊക്കെ തന്നെ പൊട്ടി ഒലിച്ച് ഇങ്ങനെ കുറെ ഉണ്ടാവും. ഇതൊക്കെ അങ്ങനെ വന്നായിരിക്കും അല്ലേ? വെട്ടിയതാണ്, കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് വീട്ടിന്ന്. അയ്യോ, കൈ താഴെ വെച്ചു അന്നല്ലേ കിട്ടും. തെറിച്ചു പോണി. ഏതിനാ? ക്ലൈമറ്റ് വാക്കിന്. ഇത് ഈ ട്രക്കിങ്ങിന്റെ പേരെന്താ പറയാ ഇപ്പൊ നമ്മള് പോണത്? ചൂരത്തള. ചൂരത്തള ട്രക്കിംഗ്. അത് നോർമൽ വന്നിട്ട് ടിക്കറ്റ് എടുത്ത് കയറാം. ക്ലൈമറ്റ് വാക്കും ആംഫി ട്രക്കിംഗ് അല്ലേ? മിനിമം ഇത്ര ആൾക്കാർ വേണമെന്നുണ്ടോ? മിനിമം 10 പേര് വേണം. ഓ, 6 പേരായാലും കൊണ്ടുപോകും. അതിന് 1000, ക്ലൈമറ്റ് വാക്കിന് 1000. രണ്ടിനും 1000 പെർ ഒരാൾക്ക്. ടീമിനാണ് 1000. ഒരാൾക്ക് 1000. ആൻഫിക്ക് 800. ആംഫി ട്രക്കിംഗ് ആണ് 8 കിലോമീറ്റർ. ഒരാൾക്ക് 800 വെച്ചിട്ടില്ലേ? അതെ. ക്ലൈമറ്റ് വാക്ക് 12 കിലോമീറ്റർ, 10 പേര് മിനിമം, 1000 രൂപ. ഓക്കെ. അടങ്ങിപ്പോയി ഗൈസ്. നമ്മൾ വന്ന സമയം ചെറുതായിട്ട് വാരിപ്പോയി. മാങ്ങകൾ
പുല്ല് വെച്ചത് എന്ത് കിളിയുടെ ആയിരിക്കും? എന്ത് കിളിയുടെ ആയിരിക്കും? മറ്റേ ഇത് പുല്ലല്ലേ, പുല്ല് വെച്ച് ഉണ്ടാക്കിയേക്കുന്ന. ഇതെന്താ യൂസ് എന്താ? ഇത് എന്തിട്ടാ പറയാ, ഈ മെൻസസ് കൂടുതലുള്ള എന്തിട്ടാ പറയാ 6, 7, 8 മാസമൊക്കെ നിൽക്കില്ലേ മെൻസസ്. അപ്പൊ അതിന്റെ വേരെടുത്തിട്ട് വെറുതെ ചതച്ചായാലും കടിച്ച് തിന്നാ മതി. അപ്പൊ മെൻസസ് നമുക്ക് 3-4 മാസം ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ അതേ ആ കാണുന്നതാണ് ആ ഒരു വാട്ടർഫോൾസ്. ഇപ്പോൾ വെള്ളമില്ല, നമ്മളിപ്പോൾ അതേ തിരിച്ചിറങ്ങുകയാണ്. അതിൻ്റെ താഴെ ഇനി ഈ റിസർവോയറിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ തിരിച്ച് അങ്ങോട്ട് വന്നത്. അത് 2 കിലോമീറ്ററാണ് വാട്ടർഫോൾസ് വരെ ദൂരം വരുന്നത്, 3 കിലോമീറ്ററും അവിടെ നിന്ന് അങ്ങോട്ട് റിസർവോയറിൻ്റെ സൈഡിൽ കൂടെ വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 കിലോമീറ്റർ. അങ്ങനെ ടോട്ടൽ 5 കിലോമീറ്ററാണ് നമ്മുടെ ഈ ഒരു നോർമൽ ട്രക്കിങ്ങിൻ്റെ ദൂരം എന്ന് പറയുന്നത്. പിന്നെ മിനിമം 3 പേരുടെ ടിക്കറ്റാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് 600 രൂപയുടെ. അപ്പോൾ അതിലും മാക്സിമം നമുക്ക് 3 പേരെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഒരാൾ വന്നാലും നമ്മൾ 600 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കണം. ഇപ്പം ഞങ്ങൾ 2 പേരായാലും ഞങ്ങളിപ്പോൾ 600 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു. അപ്പോൾ മിനിമം 3 പേരുടെ ടിക്കറ്റാണ് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വരുന്നവർ 3 പേരായിട്ട് ടിക്കറ്റ് എടുക്കാൻ 3 പേരായിട്ട് വരാൻ നോക്കുക. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആരെങ്കിലും കിട്ടുവാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫണ്ട് സേവ് ചെയ്യാൻ പറ്റും. കനകാമ്പരമാണ്, ബ്ലൂ കനകാമ്പരം. നമ്മുടെ നാട്ടിൽ നമുക്ക് നോർമൽ കാണുന്നത് നമ്മുടെ ഓറഞ്ച് കനകാമ്പര, ഇത് കാട്ട് കനകാമ്പരം. ഇവിടെ നമുക്ക് ഭയങ്കര വെറൈറ്റി ഓഫ് കാട്ട് സസ്യങ്ങൾ സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. അണ്ണാനോ? അതെ, കിട്ടുമോ? തേണ്ട് ഇതിൽ അത്ര ക്ലിയർ ഇല്ല. അവിടുന്ന് അങ്ങോട്ട് കൊട്ടഞ്ചി പോയിട്ട് ഇതിലേ കറങ്ങി ഇങ്ങോട്ട് വരും. പിന്നെ നമ്മൾ 12 കിലോമീറ്റർ ട്രക്ക് എടുത്ത ആ കാണുന്ന മലയുടെ ടോപ്പിൽ പോയിട്ട് കറങ്ങി ഇതിലേ വരും. അതിൽ തന്നെ വരും. അങ്ങനെ കുത്തനെ ഇറങ്ങിയിട്ട് അതിൽ തന്നെ വരും. ഓ മൈ ഗോഡ്, എല്ലാം വന്ന വഴിക്കൂടെ അല്ല വരും. അപ്പോൾ അങ്ങനെ 3 ട്രക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇഷ്ടമുള്ള ട്രക്കിങ് നോക്കി എടുക്കാം, പക്ഷെ ആൾക്കാർ വേണം അല്ലേ? അതാണ് 10 പേര് മിനിമം വേണം 12 കിലോമീറ്ററിൻ്റെ ട്രക്കിങ്, എന്നാലേ കൊണ്ടുപോകാം. മുൻകൂട്ടി ബുക്കിങ്ങും വേണം. ഇങ്ങനെ ഗൈസ് നമ്മൾ ട്രക്കിങ് കഴിഞ്ഞു തിരിച്ചു വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ശവേ? അതെ, അത് ഇപ്പോഴല്ല, കുറച്ചും കൂടെ നല്ല മഴയൊക്കെ പെയ്ത് നല്ല വെതറൊക്കെ ഉണ്ടാകുമ്പോൾ കോടയൊക്കെ കാണണം വന്നിട്ട്, അതിന് വേണ്ടി വരണം ഇനി. പക്ഷേ ഇതും വലിയ കുഴപ്പമില്ല, മരങ്ങൾ ഫുള്ളുള്ളതുകൊണ്ട് അങ്ങനെ വെയിലില്ല. തിരിച്ചു വരുമ്പോൾ മാത്രം കുറച്ച് വെയിൽ ഉണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമില്ല, സെറ്റാണ്. കാലില് നേരെ ആടില്ലടാ.
അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തൃശ്ശൂർ തിരിച്ച് വന്ന് കഴിച്ചുന്ന ഒരു ബിരിയാണി കഴിച്ച് സെറ്റായി. ഞാൻ തിരിച്ചു പോവുകയാണ്. ഇവിടുന്ന് എറണാകുളത്തേക്ക് ട്രെയിൻ ഉണ്ടോ എന്ന് നോക്കണം. ശ്യാമ ഇന്നത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ട്രക്കിംഗ്? ഇഷ്ടമായോ? നല്ലായിരുന്നു. വീണ്ടും വരണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ വെതർ ഈ വെതർ തന്നെ അടിപൊളിയാണ്. അപ്പം മഴ കൂടെ പെയ്താൽ സ്വർഗ്ഗമായിരിക്കും, ഉറപ്പാണ്. ആ വഴികളും പിന്നെ ക്ലൈമറ്റൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞങ്ങൾ വരുന്നത് കുറച്ചും കൂടെ ഒന്നുകിൽ ആംഫി ട്രക്കിങ്ങോ അല്ലെങ്കിൽ ക്ലൈമറ്റ് വാക്കോ ഇതിന് ഏതെങ്കിലും ആയിരിക്കും. ഇതിന് ഇല്ല, അത് കുറച്ചും കൂടെ ഉള്ളിൽ കാട്ടിക്കൂടെ പോകാൻ പറ്റും. അപ്പോൾ അതേതെങ്കിലും ആയിരിക്കും ഇനി വരിക. ചിമ്മിനി പോകാത്ത തൃശ്ശൂരുണ്ടായിട്ട് ചിമ്മിനി ട്രക്കിങ് പോകാത്തവർ ശോകാണല്ലേ? മോശം മോശം മോശം, വളരെ മോശം. തൃശ്ശൂർ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിരിക്കണം. ഇത്ര അടുത്തൊരു സ്ഥലം ഇങ്ങനെ കാട്ടിക്കൂടെ നമുക്ക് വൈൽഡ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. എറണാകുളത്തുള്ളവർക്കും ഈസി ആയിട്ട് വൺ ഡേ വന്നിട്ട് പോവാം. വണ്ടി ഉള്ളവർക്കോ അങ്ങനെ വെച്ചാൽ വന്നിട്ട് പോവാം. അതിൻ്റെ ഉള്ളിലേക്ക് ബസ് കാര്യങ്ങളൊന്നും ഇല്ല, അതൊരു പ്രശ്നമുണ്ട്. അപ്പം എല്ലാവരും പോകാത്തവരൊക്കെ അങ്ങ് പോവുക. നല്ല മഴ ഉള്ളതും പ്രത്യേകിച്ച് പോകാൻ നോക്കിയാൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്തിക്കൊണ്ട് സൈനിങ് ഓഫ് ജിപ്സി ഗേൾ. ബൈ.